എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 46-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ ഐദുർവിനയാത്മകത്വയാ കിമുൽസാപദവത്സഭക്ഷിതാ ഇതി മാതൃഗിരം ചിരം വിഭോ വിദധാം താം പ്രതിജജ്ഞിഷേ ഹസൻ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. അല്ലയോ, ദുർവിനയാത്മക വികൃതി കാണിക്കുന്നവനേ, അല്ലെങ്കിൽ അനുസരണ ഇല്ലാത്തവനേ. വികൃതി കൂട്ടനായ കണ്ണനെ വിളിക്കുക. ത്വയാ നിന്നാൽ, കിമു എന്തോ, മൃത്സ മണ്ണ്, ബദ ആഹാ, വത്സ ഹേ കുഞ്ഞേ അല്ലെങ്കിൽ കുട്ടാ, ഭക്ഷിത മണ്ണ് തിന്നു അല്ലേ, ഇതി ഇങ്ങനെയുള്ള, മാതൃഗിരം അമ്മയുടെ ചോദ്യം, ചിരം ഏറെ നേരം, വിഭോ ഹേ കൃഷ്ണ, വിദധാം അസത്യം അതായത് തെറ്റായത്, താം ആ വാക്കിനെ, പ്രതിജജ്ഞിഷേ നിഷേധിച്ചു, ഇല്ല ഞാൻ മണ്ണൊന്നും അല്ല തിന്നുന്നേന്ന് പറഞ്ഞു ഉണ്ണിക്കണ്ണൻ. എങ്ങനെ? ഹസൻ ചിരിച്ചുകൊണ്ട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? യശോദാമ്മ കണ്ണനെ വഴക്ക് പറയാണ്. ഹേ വികൃതിയായ കൃഷ്ണ, നീ എന്തിനാണ് മണ്ണു തിന്നത്? ഇത് കഷ്ടമായി പോയി എന്ന്. ആ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അങ്ങ് അത് അസത്യമാണെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. യഥാർത്ഥത്തിൽ ഉണ്ണിക്കണ്ണനോട് യശോദാമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു എന്നാ പറയണേ. ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാഗവതത്തിൽ കാണാത്ത ആ ഒരു കാഴ്ച നമുക്കിവിടെ ഈ നാരായണീയത്തിൽ കാണാം. ബാലനായ ഒരു കുട്ടി താൻ ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അസത്യം പറയുന്ന ആ ഒരു ഭാവം, അതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മുടെ മുന്നിൽ വരച്ചിട്ടിരിക്കുന്നത് ഭട്ടതിരിപ്പാട്. ഹരേ കൃഷ്ണ.